So we will start. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ജസ്റ്റ് ബേസിക് ഐഡിയാസ് പറഞ്ഞു, ലൈക്ക് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ദെൻ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്ന് പറഞ്ഞു, ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞു, ഓക്കെ, ദെൻ പാത്ത് ലെങ്ത്, ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ആൻഡ് ജോമെട്രിക്കൽ പാത്ത് ലെങ്ത്, അത് രണ്ടും എന്താണെന്ന് നമ്മൾ മെൻഷൻ ചെയ്തു. ദെൻ അത് വെച്ച് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിളിലേക്ക് പോയി. സോ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഒരു ലൈറ്റിന് if it wants to travel from a point A to a point B, okay, അനുശ്രീ അവിടെ വെയിറ്റിംഗ് കാണാനില്ലല്ലോ. ഞാൻ ഇന്ന് കൊടുത്ത ലിങ്കിലല്ലേ കയറിയത്, വേറെ പഴയ ലിങ്കിലാണോ കയറിയത്? ഒന്ന് ചെക്ക് ചെയ്യാൻ പറയും. വേറെ ആരും? ഓക്കെ, അനുശ്രീ ഓക്കെ, ആഡ് ചെയ്തിട്ടുണ്ട്. Okay, so we will continue. So Fermat's principle എന്ന് പറയുന്നത്, light wants to travel from a point A to point B. It will choose a path such that the time taken is minimum, അല്ലെങ്കിൽ optical path length is minimum. അതായിരുന്നു Fermat's principle പറഞ്ഞത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ഒക്കെ പറഞ്ഞു. സോ വാട്ട് യു got is it's the product of refractive index and the geometrical path length. അതാണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് ഓരോ പോയിന്റിലും അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ ടോട്ടൽ പാത്ത് ലെങ്ത് ഫ്രം എ ടു ബി ഇസ് ഗിവൺ ബൈ ഇന്റഗ്രൽ n dot ds ഫ്രം എ ടു ബി. അതായിരിക്കും ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്. അപ്പോൾ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ഡിഫറൻഷ്യൽ, അതായത് പാത്ത് ലെങ്ത് മിനിമം ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻഷ്യൽ വിൽ ബി ഈക്വൽ ടു 0. സോ അതാണ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ പറഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വി ഡിറൈവ്ഡ് ദ ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ. സോ റിഫ്ലക്ഷന്റെ രണ്ട് ലോസും നമ്മൾ ഡിറൈവ് ചെയ്തു. അതിന് നമ്മൾ എന്ത് കൺസിഡർ ചെയ്തു വെച്ചാൽ, ഒരു മിറർ കൺസിഡർ ചെയ്തു, അതിലേക്ക് ഒരു ഇൻസിഡന്റ് റേ കൺസിഡർ ചെയ്തു, റിഫ്ലക്റ്റഡ് റേ കൺസിഡർ ചെയ്തു, രണ്ട് പോയിന്റുകളിൽ എത്തുന്നു. ഓക്കെ, ഇനി അത് ഏത് പോയിന്റിൽ റിഫ്ലക്ട് ചെയ്തിട്ടാണ് വരിക എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു ആർബിട്രറി പോയിന്റ് പി ചൂസ് ചെയ്തു. എന്നിട്ട് അതിന്റെ പാത്ത് ലെങ്ത് കണ്ടുപിടിച്ചു, ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് കണ്ടുപിടിച്ചു, അതിന്റെ ഡിഫറൻഷ്യൽ കണ്ടുപിടിച്ചു. ഡിഫറൻഷ്യൽ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ എന്ത് കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ആർബിട്രറി പോയിന്റിൽ Z ഡയറക്ഷനിൽ പ്രൊജക്ഷൻ പറ്റില്ല. അതായത് അതേ പ്ലെയിനിലായിരിക്കും ഇൻസിഡന്റ് റേന്റെയും അതേ പ്ലെയിനിൽ തന്നെ, നോർമൽ പ്ലെയിനിലായിരിക്കും റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ലൈസ് ഇൻ സെയിം പ്ലെയിൻ. ഓക്കെ, അതുപോലെ നമ്മൾ അടുത്ത എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഏത് ഡിസ്റ്റൻസിൽ അത് ഇൻസിഡന്റ് ചെയ്താൽ മാത്രമേ ബി എന്നുള്ള പറയുന്ന പോയിന്റിൽ എത്തുള്ളൂ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അതിന്റെ again optical path length കണ്ടുപിടിച്ചിട്ട് differentiated with respect to distance x, then we equated to 0, then we found out the condition, that is sin I equal to sin r, അല്ലെങ്കിൽ I equal to r, angle of incidence equal to angle of reflection. Okay, so now we are going to the laws of refraction. So refraction നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു രണ്ട് ലോ ഉണ്ട്, ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. ഫസ്റ്റ് ലോ പറയുന്നത് the incident ray, the refracted ray and the normal at the point of refraction lies in same plane, ഒരേ plane. Okay, then അടുത്ത ലോ എന്ന് പറയുന്നത് sin I by sin r equal to n2 by n1, Snell's law, that is called Snell's law. Okay, so ഇത് രണ്ടാണ് laws of refraction. So laws of refraction നമുക്ക് we have to prove from Fermat's principle.
we have to arrive from Fermat's principle. So അത് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകും. Okay. Now okay. So നമ്മൾ ഇവിടെ ഒരു സ്ലൈഡ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ okay. So the actually Fermat's principle is a beautiful explanation given by Feynman. Okay. Feynman കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒരു wonderful physicist ആണ്. The way he explains physics is very good. Okay. So figure കാണാനുണ്ട് തോന്നുന്നു. So ഈ figure എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it's a seashore. ഒരു കടലിന്റെ കരയാണ്. കടലിന്റെ കരയിൽ there is a life guard. കരയിൽ ഒരു ലൈഫ് ഗാർഡ് ഉണ്ട്. കടലിൽ ഒരാൾ വെള്ളത്തിൽ മുങ്ങി ഇങ്ങോട്ടിരിക്കുകയാണ്. സോ ലൈഫ് ഗാർഡ് ഇത് കണ്ടു. സോ ഈ ലൈഫ് ഗാർഡിന് അയാളെ പോയിട്ട് രക്ഷിക്കണം. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. സോ എന്ത് ചെയ്യാം. സോ ദ ബെസ്റ്റ് വേ ഈസ് നമുക്ക് ഡയറക്ട്ലി നമുക്ക് അയാളെ ഒരു മിനിറ്റ് വെയിറ്റ് ഫോർ സം ടൈം. Okay, we'll come back to the lecture. അപ്പോൾ നമ്മൾ ഈ സ്ലൈഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഒരാൾ വെള്ളത്തിൽ മുങ്ങി താന്നിരിക്കുകയാണ്. ലൈഫ് ഗാർഡ് ഉണ്ട്. ലൈഫ് ഗാർഡിനെ അയാളെ പോയി രക്ഷിക്കണം. സോ നമ്മൾ ആദ്യം വിചാരിക്കുന്ന ഏതാ, ഓക്കെ ഈ ലൈഫ് ഗാർഡിന് നേരെ അയാളുടെ ഡയറക്ഷനിലേക്ക് ഓടിയിട്ട് പോയിട്ട് അയാളെ പോയി രക്ഷിക്കാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഈസിയസ്റ്റ് വേ, റൈറ്റ്? ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വേ. പക്ഷേ കുറച്ചും കൂടി ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഇപ്പൊ നമ്മൾ ഈ ലൈഫ് ഗാർഡിനെ അയാളെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹി ഹാസ് ടു റൺ അപ് ടു ദ വാട്ടർ. ആ വാട്ടർ വരെ അയാൾക്ക് ഓടണം. അത് കഴിഞ്ഞാൽ അവിടുന്ന് ആ വാട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അയാളുടെ പൊസിഷൻ വരെ ഹി ഹാസ് ടു സ്വിം. ഓക്കെ, നീന്തണം. ഓക്കെ, അപ്പോൾ ഓടുന്ന അതേ സ്പീഡ് കിട്ടില്ല നീന്താൻ സ്പീഡ് കുറവാണ്. ഓക്കെ, അപ്പോൾ വെള്ളത്തിൽ കൂടുതൽ ദൂരം നീന്തും തോറും അയാളെ രക്ഷിക്കാനുള്ള സമയം. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് രക്ഷിക്കണമെങ്കിൽ ദിസ് ഇസ് നോട്ട് ദ ഈസിയസ്റ്റ് പാത്ത്. ഇതല്ല ഈസിയസ്റ്റ് പാത്ത്. സോ വാട്ട് ഹി ഹാസ് ടു ഡു. ഇപ്പോൾ വേറെ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എ എന്ന് പറയുന്നുള്ള ആ ഒരു പാത്തിലൂടെ ആണ് ഞാൻ ഫസ്റ്റ് കേസ് പറഞ്ഞത്. ദാറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ്. ഓക്കെ, ഇപ്പോൾ കുറച്ച് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലായി ദാറ്റ് ഇസ് നോട്ട് ദ മിനിമം ടൈം കൺസ്യൂമിങ് പാത്ത്. ഓക്കെ, ഇനി ഇയാള് കരയുന്ന ഏറ്റവും അടുത്തുള്ള ഡിസ്റ്റൻസ് ആണ് ബി എന്ന് പറയുന്ന പോയിന്റ്. അതായത് അവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ റീച്ച് അറ്റ് ദ പോയിന്റ് ബി. ഓക്കെ, സോ അനദർ വേ ഈസ് ആ ബി എന്ന് പറയുന്ന പോയിന്റ് വരെ ലൈഫ് ഗാർഡിന് ഓടാൻ പറ്റും. ദാറ്റ് ഈസ് ത്രൂ ലാൻഡ്. കരയിലൂടെയാണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ റൺ അപ് ടു ദ പോയിന്റ് ബി. അവിടുന്ന് അങ്ങോട്ട് കടലിൽ നീന്താൻ പറ്റും. അപ്പോൾ വളരെ ഏറ്റവും കുറച്ച് നീന്തിയാൽ മതി. ഓക്കെ, സോ എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ അയാൾക്ക് എത്താൻ പറ്റും. പക്ഷെ കുറച്ചും കൂടി നമ്മൾ അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതും അല്ല ഏറ്റവും മിനിമം ടൈം കൺസ്യൂമിങ് പാത്ത്. അത് ഇൻ ബിറ്റ്വീൻ ദീസ് ടു ആയിരിക്കും. സോ ദർ ഇസ് വി ഹാവ് ടു ഒപ്റ്റിമൈസ്. എത്ര ദൂരം കരയിലൂടെ ഓടണം, എത്ര ദൂരം കടലിലൂടെ നീന്തണം, അത് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഇസ് ദ ഈസിയസ്റ്റ് പാത്ത്. ദ സെയിം തിങ് ഹാപ്പൻസ് ഇൻ റിഫ്രാക്ഷൻ. റിഫ്രാക്ഷന്റെ കേസിലും ഇതേ സംഭവം, അല്ലെങ്കിൽ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിളിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ, ഒരു റിയൽ ലൈഫ് എക്സ്പ്ലനേഷൻ കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, സോ ലൈറ്റിന്റെ കേസിലും അങ്ങനെയാണ്. ഏത് പാത്ത് ചൂസ് ചെയ്യണം എന്ന് നോക്കുമ്പോൾ അത് ഏറ്റവും മിനിമം ടൈം കൺസ്യൂമിങ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് മിനിമം ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഓഫ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ. ഓക്കെ, നൗ we will see
ഹലോ ആരെങ്കിലും ഒന്ന് പറയാ, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ സ്ലൈഡിൽ? ഹലോ, ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം, സ്ലൈഡ് ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ ആ പവർ പോയിന്റ് പ്രസന്റേഷൻ അവിടെ LMS-ലുണ്ട്, അത് നിങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കുന്നുണ്ടാവും വിചാരിക്കുന്നു, അതിൽ നോക്കിയിരുന്നാൽ മതി. ഓക്കെ, സോ ബാക്കി നമുക്ക് ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ഓഡിയോ അവിടെ LMS-ൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പവർ പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം. ഈ സ്ലൈഡ് ഷെയറിംഗ് ശരിയാവുന്നില്ല. ഓക്കെ, ഓഡിബിൾ ആണോ? ഹലോ, ആരെങ്കിലും ഒന്ന് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ പ്രസന്റേഷൻ അല്ലെങ്കിൽ ആ ഫയൽ വന്നിട്ട് LMS-ൽ എടുത്താൽ മതി, നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ നമുക്കിനി ലോസ് ഓഫ് റിഫ്രാക്ഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ നെക്സ്റ്റ് സ്ലൈഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഫിഗർ കാണാം. ഓക്കെ, അപ്പോൾ നേരത്തെ ഫസ്റ്റ് കേസിൽ റിഫ്ലക്ഷൻ നമ്മൾ പ്രൂവ് ചെയ്യാൻ നേരത്തെ നമ്മൾ എന്ത് വെച്ചാൽ ഒരു മിറർ കൺസിഡർ ചെയ്തു. M1, M2, M3, M4 എന്ന് പറഞ്ഞാൽ മിറർ കൺസിഡർ ചെയ്തിട്ട് അതിലാണ് ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്തത്. ഇവിടെയാണ് നമുക്ക് മിററിന് പകരം ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് അല്ലെങ്കിൽ എ ബൗണ്ടറി ബിറ്റ്വീൻ ടു മീഡിയം 1 ആൻഡ് മീഡിയം 2. ഓക്കെ, അപ്പോൾ ആ ഫിഗറിൽ വരച്ചിരിക്കുന്നത് R1, R2, R3, R4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ സർഫസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് സെപ്പറേറ്റിംഗ് ടു മീഡിയം 1 ആൻഡ് മീഡിയം 2. മേ ബി ഒരു വാട്ടർ സർഫസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസിന്റെ സർഫസ്. സോ ദാറ്റ് ഈസ് ദാറ്റ് സർഫസ്. അപ്പോൾ ആ സർഫസിന്റെ മേലെ വന്നിട്ട് എയർ ആയിരിക്കും എന്ന് വിചാരിക്കുക. എയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1. താഴെയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസോ അല്ലെങ്കിൽ വാട്ടറോ എനി അതർ മീഡിയം, ട്രാൻസ്പെറൻറ്റ് മീഡിയം. സോ ഇവിടെയും ലൈറ്റ് ഹാസ് ടു ഗോ ഫ്രം എ പോയിന്റ് A ടു എ പോയിന്റ് B. അപ്പോൾ A എന്ന് പറയുന്ന പോയിന്റും B എന്ന് പറയുന്ന പോയിന്റും രണ്ട് മീഡിയത്തിലാണ്. മീഡിയം 1-ലാണ് A എന്ന് പറയുന്ന പോയിന്റ്, B എന്ന് പറയുന്ന പോയിന്റ് മീഡിയം 2-ലാണ്. ഓക്കെ, അപ്പോൾ ലൈറ്റ് റേക്ക് ഇവിടെ നിന്ന് A നിന്ന് Bയിലേക്ക് എത്തണം. അത് ഏത് പാത്ത് അത് ചൂസ് ചെയ്യും? സോ ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു പ്ലെയിൻ വരച്ചു. ഈ റിഫ്രാക്റ്റിംഗ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു പ്ലെയിൻ വരച്ചു. അതാണ് അവിടെ ഒരു ഗ്രേസ് കളറിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിലാണ് പോയിന്റ് A, പോയിന്റ് O, പോയിന്റ് B, ഇതൊക്കെ ഈ പ്ലെയിനിലാണ് ഇരിക്കുന്നത്. ഇനി പോയിന്റ് P എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി എവേ ഫ്രം ദ പ്ലെയിൻ, ബട്ട് ഇൻ ദ പ്ലെയിൻ ഓഫ് the refracting surface R1, R2, R3, R4 എന്നുള്ള സർഫസിലാണ്, ബട്ട് നോട്ട് ഓൺ ദ പ്ലെയിൻ ഓഫ് ABCD എന്ന് പറയുന്ന പ്ലെയിനിലല്ല. O എന്ന് പറയുന്ന പോയിന്റ് ABCD എന്ന് പറയുന്ന പ്ലെയിനിലാണ്. ഓക്കെ, അതേ പ്ലെയിനിലാണ് നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ അഗെയിൻ വാട്ട് വി അസ്യൂം ഈസ് നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒരു ഒറിജിൻ വേണം. സോ the point D is chosen as the origin. ഓക്കെ, അപ്പോൾ അതിന്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 0, 0, 0. D എന്ന് പറയുന്ന പോയിന്റ് കോർഡിനേറ്റ്സ് 0, 0, 0. ഓക്കെ, ദെൻ A എന്ന് പറയുന്ന പോയിന്റ് ഇറ്റ്സ് എ ഡിസ്റ്റൻസ് സ്മോൾ a away ഫ്രം ദ പോയിന്റ് D. അതായത് y ഡിസ്പ്ലേസ്മെന്റ് സ്മോൾ a ആണ്. ഓക്കെ, എക്സിൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, z ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. സോ എയുടെ കോർഡിനേറ്റ് 0, A, 0. സോ ദാറ്റ് ഇസ് ദ കോർഡിനേറ്റ് ഓഫ് A. ഓക്കെ, ഇനി B എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് അതുപോലെ അറിയാം. നമ്മൾ എക്സ് ഡയറക്ഷനിൽ D ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. ദാറ്റ് ഇസ് DC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സ്മോൾ d ആണ്. ഓക്കെ, ദെൻ y ഡയറക്ഷനിൽ ഓക്കെ, ഞാൻ ആ ഫിഗറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് B എന്നാണ്. സോറി, ദാറ്റ് ഇസ് നോട്ട് B, ദാറ്റ് ഇസ് -B. ഓക്കെ, ബിക്കോസ് അത് താഴേക്കാണ്, വയർ ഡയറക്ഷൻ നേരെ താഴേക്കാണ്. ചെറിയൊരു കറക്ഷൻ ഉണ്ട് ആ ഫിഗറിൽ. ഓക്കെ, അത് നോട്ട് ചെയ്യാം. ദെൻ Z ഡയറക്ഷനിൽ ഡിസ്റ്റൻസ് ഇല്ല. ഓക്കെ, ദെൻ നമ്മളൊരു ആർബിട്രറി പോയിന്റ് P ചൂസ് ചെയ്യാണ്. P ചൂസ് ചെയ്തിട്ട് സോ ദാറ്റ് ഈസ് എ ഡിസ്റ്റൻസ് Z away ഫ്രം ദ പ്ലെയിൻ. ഓക്കെ, Z ഡയറക്ഷനിൽ ഒരു സ്മോൾ z ഡിസ്റ്റൻസ് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. എക്സ് ഡിസ്റ്റൻസിലാണ് O എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, സോ OC എന്ന് പറയുന്ന പോയിന്റ് D - x ആയിരിക്കും. ഓക്കെ, നേരത്തെ ചെയ്ത ഫിഗറിന്റെ അതേ കൺസെപ്റ്റുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് ദാറ്റ് ജനറൽ പോയിന്റ്. സോ ലൈറ്റ് A എന്ന് സ്റ്റാർട്ട് ചെയ്തു, P എന്ന് പറയുന്ന പോയിന്റിൽ ഇൻസിഡന്റ് ചെയ്യുന്നു, ദെൻ അവിടുന്ന് റിഫ്രാക്ട് ചെയ്തിട്ട് B എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോകുന്നു. ഇനി Pയുടെ പൊസിഷൻ എവിടെയായിരിക്കും
എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. സോ ആദ്യം നമ്മൾ what we have to do is we have to calculate the optical path length A to B through the point P. A മുതൽ B വരെയുള്ള optical path length കണ്ടുപിടിക്കണം through a point P. P കൂടെ പോകുന്ന ആ path length. Okay. So optical path length A to B is given by slide നോക്കിയാൽ കാണാം L equal to N1 into AP plus N2 into PB. അവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ആക്ച്വലി ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് നമ്മൾ ഡിനോട്ട് ചെയ്യുക ഡെൽറ്റ എന്ന് വെച്ചിട്ടാണ്. എല് ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് പറയാ. ഓക്കെ, എന്തായാലും തെറ്റ് എന്ന് പറയാനില്ല. ഓക്കെ, കൺഫ്യൂഷൻ വരണ്ടെന്ന് മാത്രം. സോ ദിസ് ഇസ് ബേസിക്കലി ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്, ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് അല്ല. ബിക്കോസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്. സോ N1 into AP plus N2 into PB. So that is the path length. ഇനി നേരത്തെ കണ്ടുപിടിച്ച മാതിരി എ പി കണ്ടുപിടിക്കാം. എ ഡി പി ഡിയും കോർഡിനേറ്റ്സ് നമുക്ക് അറിയാമെങ്കിൽ എ പി എന്ന് പറയുന്ന റൂട്ട് ഓഫ് x1 minus x2 whole square plus y1 minus y2 whole square plus z1 minus z2 whole square. So the path length L equal to നമ്മൾ എഴുതിയിട്ടുണ്ട് n1 into root of x square plus a square plus z square. അതാണ് എ പി. n1 into a p plus n2 into pb ക്ക് പകരം നമുക്ക് d minus x whole square plus b square plus z square എന്ന് എഴുതാം. So that is the optical path length. Optical path length ന്റെ എക്സ്പ്രഷൻ കിട്ടി. Now അതിൽ രണ്ട് വേരിയബിൾ ഉണ്ട്. One is x, one is z. Okay. അപ്പോൾ ആദ്യം നമ്മൾ try to differentiate with respect to z and equating to 0. Because path length should be minimum. അപ്പോൾ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ you will get an expression like z into ഒരു ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ n1 divided by root of x square plus a square plus z square plus n2 divided by root of d minus x whole square plus b square plus z square. അത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് 0 ആണെന്നുണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ള ക്വാണ്ടിറ്റി, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ബിക്കം 0. അതൊരിക്കലും 0 ആയിരിക്കില്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പോസിറ്റീവ് ആണ് നോർമൽ കേസിൽ. ദെൻ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളതെല്ലാം പോസിറ്റീവ് ആണ്, ഇപ്പോൾ സ്ക്വയറുകളാണ്. ഓക്കെ, സോ ബ്രാക്കറ്റിന് ആ ടോട്ടൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ബിക്കം 0. സോ ഹിയർ z ഷുഡ് ബി 0. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി? ഇതിന് ഈ പി എന്ന് പറയുന്ന പോയിന്റിന് ദർ ഈസ് നോ പ്രൊജക്ഷൻ ഫ്രം ദ പ്ലെയിൻ എ ബി സി ഡി. എ ബി സി ഡി എന്ന് പറയുന്ന പ്ലെയിൻ എന്നൊരു പ്രൊജക്ഷൻ ഇറ്റ്സ് നോട്ട് പോസിബിൾ. Z should be equal to 0. Okay. So that means again what you got is you got the first law of refraction. അതായത് angle of incidence, angle of refraction and the normal at the point lies in same plane, ഒരേ പ്ലെയിനിലായിരിക്കും. Okay. Now the second one, നമുക്ക് second law of refraction, that is Snell's law, prove ചെയ്യാനുണ്ട്. Okay. അപ്പോൾ നമുക്ക് z 0 കിട്ടി. Again go back to the expression of optical path length L. അതിൽ പോയിട്ട് z ന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we will get L equal to n1 into root of x square plus a square plus n2 into root of d minus x whole square plus b square. അങ്ങനെ എക്സ്പ്രഷൻ. അപ്പോൾ ഇനി അടുത്ത വേരിയബിൾ നമുക്കുള്ളത് x ആണ്. z പോയി. So the next variable is x. So you differentiate with respect to x. അതായത് ഇപ്പോൾ നമ്മൾ z പി പറയുന്ന പോയിന്റ് അതേ പ്ലെയിനിലാണെന്ന് കണ്ടുപിടിച്ചു. ദെൻ ഒ എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഡിക്കും സിക്കും ഇടയ്ക്കായിരിക്കും ഒ എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ അതിൽ എവിടെയായിരിക്കും? ലെഫ്റ്റിലേക്ക് പോകണോ റൈറ്റിലേക്ക് പോകണോ? ലെഫ്റ്റിലേക്ക് പോകുന്നതോറും എക്സ് കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ആ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് യു ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് ഇക്വേറ്റ് ടു 0. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ക്വയർ റൂട്ടിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1 by square root of that. സോ റൂട്ട് ഓഫ് എക്സിന്റെ 1/2 റൂട്ട് എക്സ് അങ്ങനെ വരും. അപ്പോൾ ഇവിടെ നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ n1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, പിന്നെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റീനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ 2x കിട്ടും. അവിടെ ഒരു 2 ക്യാൻസൽ ചെയ്ത് പോകും. സോ അങ്ങനെ
So last you will get an expression like n1 into x divided by root of x square plus a square minus അടുത്ത quantity n2 into d minus x divided by root of d minus x whole square plus b square. അതായിരിക്കും ഡിഫറൻഷ്യൽ. അത് എന്തായിരിക്കും? That should be equal to 0. So equate ചെയ്ത് കഴിഞ്ഞാൽ again go to the figure. ആ ഫിഗർ എന്ന് ട്രയാങ്കിൾ AOD കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സോ അതിൽ ആംഗിൾ എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ DAO എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് I. അപ്പോൾ അവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം sin I ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. sin ഐയുടെ എക്സ്പ്രഷൻ കിട്ടി, ദാറ്റ് ഈസ് എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സിമിലർലി താഴത്തെ ഒരു ട്രയാങ്കിൾ അതായത് OCB അല്ലെങ്കിൽ BCO അത് നോക്കിക്കഴിഞ്ഞാൽ ആംഗിൾ ബി എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടുന്ന് നമുക്ക് സൈൻ R കണ്ടുപിടിക്കാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ d മൈനസ് എക്സ് ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് d മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സോ നമുക്ക് സൈൻ ഐഡിയും സൈൻ ആറിൻ്റെയും എക്സ്പ്രഷൻ കിട്ടി. അത് നേരത്തെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് യു ഗോട്ട് ഈസ് n1 സൈൻ ഐ മൈനസ് n2 സൈൻ ആർ ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി. അതല്ലെങ്കിൽ n1 sin i ഈക്വൽ ടു n2 sin r, അല്ലെങ്കിൽ sin i by sin r ഈക്വൽ ടു n2 by n1. So that is our Snell's law, second law of refraction. Okay. So basically you got laws of reflection and laws of refraction using Fermat's principle. Plus 2 പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ sin i by sin r ഈക്വൽ വെറും n എന്ന് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. That is because എന്ന് പറയുന്നത് n2 ആണ് ബേസിക്കലി അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു മീഡിയം എയർ ആണെങ്കിൽ n1 ബിക്കംസ് 1. ഓക്കെ, എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡിനോമിനേറ്റർ അവിടെ കാണില്ല. സോ sin i by sin r ഈക്വൽ ടു n എന്ന് മാത്രമായിരിക്കും. സോ വി ഹാവ് പ്രൂവ്ഡ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ യൂസിങ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ. അപ്പോൾ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിലോ ചെറിയ കൺസെപ്റ്റുകൾ ലൈക്ക് ഈ ചാപ്റ്ററിലെ ചെറിയ കൺസെപ്റ്റുകൾ ഓപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്താണ്, ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് എന്താണ്, ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്, പിന്നെ അടുത്ത് ചോദിക്കാനുള്ളത് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ എന്താണ്. ദെൻ അത് വെച്ചിട്ട് യു ഹാവ് ടു പ്രൂവ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് എക്സാമിന് ചോദിക്കാം. ഓക്കെ, ദെൻ ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് കുറച്ച് കേസുകൾ, അതായത് എപ്പോഴും നമ്മൾ മിനിമം പാത്താണ് ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിളുകൾ ചോദിക്കാറുണ്ട് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ട്. എവിടെയാണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് മിനിമം ആവുക, എവിടെയാണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് മാക്സിമം ആവുക, എവിടെയാണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് സ്റ്റേഷനറി ആവുക. അപ്പോൾ ആ കേസ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇനി വരാവുന്ന സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, ഏത് കേസിലാണ് നമ്മൾ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് മിനിമം ആവുക, ഏത് കേസിലാണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് മാക്സിമം ആവുക, ഏതിലാണ് സ്റ്റേഷനറി ആവുക. ഓക്കെ, ഇപ്പോൾ ആക്ച്വലി നമ്മുടെ സൂം മീറ്റിങ്ങിൻ്റെ ടൈം കഴിയാറായിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് 5 മിനിറ്റ് കൂടിയേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ സ്ലൈഡ് ഷെയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത സ്ലൈഡുകളിൽ അതിൻ്റെ ആക്ച്വലി ആൻസർ ഉണ്ട്. ആൻസർ അല്ല, അതിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ 3 കേസ് ചോദിക്കുന്നുണ്ട്. വൺ ഈസ് എ പരാബോളോയിഡ് റിഫ്ലെക്റ്റർ. ഓക്കെ, ഇത് വേണമെങ്കിൽ ഒരു പ്രോബ്ലം ആയിട്ട് തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഷോ ദാറ്റ്, പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത സ്ലൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം, നിങ്ങൾക്കൊരു ഫിഗർ കാണാനുണ്ടാവും. Consider a set of rays parallel to the axis incident on a paraboloid reflector. അതായത് പരാബോള നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് പരാബോള പഠിച്ചിട്ടുണ്ട്, എലിപ്സ് പഠിച്ചിട്ടുണ്ട്, സ്ഫിയർ പഠിച്ചിട്ടുണ്ട്. ദീസ് ആർ കോണിക് സെഷൻസ്. ഓക്കെ, അപ്പോൾ അതിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ദാറ്റ് റേ വിൽ പാസ് ത്രൂ ദ പോയിന്റ് എസ്. ദിസ് യു ക്യാൻ പ്രൂവ് യൂസിങ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ അതൊന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ദെൻ അടുത്ത കേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എലിപ്സോയിഡൽ റിഫ്ലെക്റ്റർ. ഓക്കെ,
again Fermat's principle വെച്ചിട്ട് if a light starts from a point, ഇതിന് രണ്ട് എലിപ്സിന് എന്ന് പറഞ്ഞാൽ രണ്ട് ഫോക്കസ് ഉണ്ട്, S1 and S2. Okay. If a light ray starting from point S1, that will pass through a point S2 after going reflection. This also you can prove using Fermat's principle. Okay, then ഒരു മൂന്നാമത്തെ കേസ് പറഞ്ഞിട്ടുണ്ട്, in the case of a spherical refracting surface. Okay, അപ്പോൾ അത് ഞാനൊരു പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തന്നിട്ടില്ല. അതിൻ്റെ ആക്ച്വലി ഇത് 3 കേസ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് മിനിമം മാക്സിമം സ്റ്റേഷനറിയുടെ 3 കേസുകളാണ്. അപ്പോൾ അത് മൂന്നാമത്തെ പ്രൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് ഞാൻ പ്രോബ്ലം അത് അങ്ങനെ തന്നിട്ടില്ല. പക്ഷേ ഫസ്റ്റ് രണ്ടെണ്ണം നമുക്ക് പ്രൂവ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം. സോ ടൈം ബീയിങ് നമ്മൾ മൂന്നാമത്തെ ഒഴിവാക്കാം. എപ്പോഴാണ് നമുക്ക് ലൈറ്റ് മാക്സിമം ആവുന്നത്, ലൈറ്റിന്റെ പാത്ത് ലെങ്ത് മാക്സിമം ആവുന്നത് എന്നുള്ള കേസ് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ബാക്കി 2 കേസും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ 5 മിനിറ്റ് കൂടി ഉള്ളൂ. ഇനി അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വി വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ് സമയം ഉണ്ട് ചോദിക്കാം. Anyone? അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ ഒരു അടുത്തൊരു മീറ്റിംഗ് കൂടി വെച്ചിട്ട് ഈ 3 കേസുകളും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ക്ലാസ് നടത്താം. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും? ഓക്കെ, ആരും ഇല്ലാതെ തോന്നുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഈ കേസ് ഇപ്പൊ 2 കേസ് പറഞ്ഞു ഞാൻ, ഒരു പരാബോയിഡൽ റിഫ്ലക്ടറും എലിപ്സോയിഡൽ റിഫ്ലക്ടറും. ഈ 2 കേസിലും ആ തന്നിരിക്കുന്ന പ്രോബ്ലം ഒരു പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പ് ഇട്ടാലും മതി. അതല്ലെങ്കിൽ പിന്നെ അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ തരണം, LMS തരണം. ഓക്കെ, ഞാനൊരു അസൈൻമെന്റ് വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിടാം. അപ്പോൾ ഈ 2 പ്രോബ്ലം മാത്രം, ഫസ്റ്റ് 2 പ്രോബ്ലം മാത്രം, അതായത് പരാബോയിഡലും എലിപ്സോയിഡും. അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നാവും. സോ അത് ഞാനൊരു പുതിയ അസൈൻമെന്റ് ഞാൻ ഓപ്പൺ ചെയ്തിടാം, അതിൽ പേസ്റ്റ് ചെയ്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വി വിൽ സ്റ്റോപ്പ് ദിസ് ഡിസ്കഷൻ ഹിയർ ആൻഡ് നാളെ എപ്പോഴെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ വിൽ വൈൻഡ് അപ്പ് ദിസ് സെഷൻ.